നമ്മളിൽ പലരും എക്സസൈസ് ചെയ്യുന്നവരുമുണ്ട്, എക്സസൈസ് ചെയ്യാത്തവരുമുണ്ട്. നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിലും എക്സസൈസ് ചെയ്യാൻ ടൈമില്ലാത്തവരാണെങ്കിലും സ്ട്രെച്ചിങ് ഒരിക്കലും ഒഴിവാക്കരുത്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ സ്ട്രെച്ച് ചെയ്യും. കാരണം നമ്മുടെ ബോഡിക്ക് അത് നീഡാണ്. സ്ട്രെച്ചിങ് ചെയ്യുന്നതിലൂടെ ബ്ലഡ് ഫ്ലോ ഫാസ്റ്റായിട്ട് നമ്മുടെ പല മസിൽസിലേക്കും ചെല്ലും. 6-7 മണിക്കൂർ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ബ്ലഡ് നമ്മുടെ പല മസിൽസിലേക്കും പേശികളിലേക്കും എത്താൻ ഭയങ്കര പാടായിരിക്കും. സ്ട്രെച്ചിങ്ങിലൂടെ നമ്മുടെ ബോഡി പാർട്സിലേക്ക് ആവശ്യമായ ബ്ലഡ് ഫ്ലോ ഉണ്ടാവുന്നതാണ്. മൃഗങ്ങൾ വരെ സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്, പിന്നെ എന്താ നമുക്ക് സ്ട്രെച്ച് ചെയ്താൽ. എന്നാൽ നമ്മളിൽ കുറേ പേർക്ക് ഇപ്പോൾ ഇരുന്നുള്ള വർക്കാണ്. ഇപ്പം വർക്കാണെങ്കിലും നമുക്ക് പല ബിസിനസ് ആണെങ്കിലും അധികം ബോഡി മൂവ്മെൻ്റ് ഒന്നും നമുക്ക് വരുന്നില്ല. പണ്ടൊക്കെ നമ്മൾ കുറേ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ടെക്നോളജിയുടെ വളർച്ച കാരണം അങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നഷ്ടപ്പെട്ടു. നമുക്കധികം ഇപ്പോൾ ഔട്ട്ഡോർ മൂവ്മെൻ്റ് ഒന്നും നമുക്കിപ്പോൾ അധികം വേണ്ട. അങ്ങനെ മൂവ്മെൻ്റ് ഇല്ലാണ്ടാകുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് പല പാർട്സിലേക്ക് പല മസിൽസിലേക്ക് എത്തേണ്ട ബ്ലഡ് ഫ്ലോ കുറയും. വേണ്ട ബ്ലഡ് ഫ്ലോ മസിൽസിലേക്ക് കറക്റ്റായിട്ട് ചെന്നില്ലെങ്കിൽ ആ മസിൽ സോറാവും, പിന്നെ ഇഞ്ചറി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുവാണെങ്കിലും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാണെങ്കിലും നമ്മൾ വൈകിട്ടാണെങ്കിലും നമ്മൾ കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യണം. ഇങ്ങനെയുള്ള സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. സ്ട്രെച്ചിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് കുറേ ഇഞ്ചറീസിനെ തടയാൻ സാധിക്കും. നടുവേദന, കഴുത്ത് വേദന ഇങ്ങനെയുള്ള രോഗങ്ങളെയൊക്കെ നമുക്ക് തടയാൻ സാധിക്കും. പിന്നെ റെഗുലറായിട്ട് സ്ട്രെച്ച് ചെയ്താൽ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി കൂടും. പിന്നെ നമ്മുടെ റേഞ്ച് ഓഫ് മോഷനും നന്നായിട്ട് ഇമ്പ്രൂവ് ആകും. കുറേ നേരം ഇരുന്നിട്ട് പെട്ടെന്ന് എഴുന്നേക്കാൻ നമുക്ക് കുറേ പേർക്ക് പാടല്ലേ. റെഗുലറായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. പിന്നെ നമ്മുടെ ബോഡി പോസ്ചർ ഇമ്പ്രൂവ് ആകും. നമ്മുടെ മസിൽസിനൊക്കെ ഒരു ബാലൻസ് വരും. നമ്മുടെ ഫുൾ ഹൈറ്റിൽ നമുക്ക് നിൽക്കാൻ സാധിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് 6 അടി പൊക്കമുള്ള ഒരാൾ എപ്പോഴും ഇരിക്കുവാണെങ്കിൽ, അയാൾക്ക് ഒരു സ്ട്രെച്ചിങ്ങും ഇല്ലാണ്ട് എപ്പോഴും ഇരിക്കുവാണെങ്കിൽ അയാളുടെ ബോഡി പോസ്ചർ ഭയങ്കര മോശമാവും. അയാൾ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ വളഞ്ഞായിരിക്കും നിൽക്കുന്നത്. ഒരു സ്ട്രെച്ചിങ് ഇല്ലാത്ത 6 അടി പൊക്കമുള്ള ഒരാൾ അങ്ങനെ എഴുന്നേറ്റ് നിന്നാൽ അയാളുടെ ഹൈറ്റ് 6 അടിയിൽ നിന്ന് 5 അടി 10ലേക്ക് കുറയും. ഞാൻ ഹൈറ്റ് കുറയുമെന്നല്ല പറയുന്നത്, അയാളുടെ പോസ്ചർ മോശമായതുകൊണ്ട് അയാളുടെ ഫുൾ ഹൈറ്റിൽ നിൽക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് അയാൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല, അല്പം വളഞ്ഞു നിൽക്കും. അതുകൊണ്ട് നമ്മുടെ ഹൈറ്റ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞ പോലെ തോന്നും. പിന്നെ നമ്മളെ കാണാനും നമ്മുടെ സൈഡിൽ നിന്നൊക്കെ നമ്മൾ കുറേ വളഞ്ഞൊക്കെ ഇരിക്കും. നമുക്കൊരു കോൺഫിഡൻസ് തോന്നത്തില്ല. കാണുന്ന ഒരാൾക്ക് നമുക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളെ പോലെ തോന്നത്തുള്ളൂ. പിന്നെ നമ്മൾ അങ്ങനെ വളയുന്നതുകൊണ്ട് നമ്മുടെ സ്പൈനിനൊക്കെ പ്രശ്നം വരാം. നമ്മുടെ നടുവേദനയൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പോസ്ചർ ഇമ്പ്രൂവ് ആകുന്നതിലൂടെ നമ്മുടെ സ്പൈനിൻ്റെ അലൈൻമെൻറ്റും എല്ലാം കറക്റ്റ് ആവും. പിന്നെ നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ സ്ട്രെച്ചിങ്ങിലൂടെ നമ്മുടെ മസിലൊക്കെ നന്നായിട്ട് റിക്കവർ ആവും. ഇനി നമുക്ക് സ്ട്രെച്ചിങ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. സ്ട്രെച്ചിങ് മെയിനായിട്ട് 2 തരമുള്ളത്. ഒന്ന് സ്റ്റാറ്റിക് സ്ട്രെച്ചും ഒന്ന് ഡൈനാമിക് സ്ട്രെച്ചും. നമ്മൾ സ്റ്റാറ്റിക് സ്ട്രെച്ച് ചെയ്യുവാണെങ്കിൽ ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന പോലെ നമ്മൾ അതൊരു ലെവലിൽ നമ്മൾ ഹോൾഡ് ചെയ്യണം. അതൊരു 15 to 60 സെക്കൻഡ്സ് നമ്മൾ ഹോൾഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ തിരിച്ച് ബാക്ക് ടു നമ്മുടെ ഒറിജിനൽ പൊസിഷനിലേക്ക് വരണം. ഇതാണ് സ്റ്റാറ്റിക് സ്ട്രെച്ച്. ഇത് മെയിനായിട്ട് നമ്മൾ വർക്കൗട്ട്, നമ്മൾ ഹെവി ആയിട്ടൊക്കെ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാണ് നമ്മൾ ഈ സ്റ്റാറ്റിക് സ്ട്രെച്ച് ചെയ്യേണ്ടത്. പിന്നെ മെയിനായിട്ട് ഈ ഫിസിക്കൽ തെറാപ്പിസ്റ്റൊക്കെയാണ് അവരുടെ പേഷ്യൻസിനെ കൊണ്ട് സ്റ്റാറ്റിക് സ്ട്രെച്ച് മെയിനായിട്ട് ചെയ്യിപ്പിക്കുന്നത്. കാരണം ഇഞ്ചറിയൊക്കെ പെട്ടെന്ന് മാറ്റാൻ സാധിക്കും സ്റ്റാറ്റിക് സ്ട്രെച്ചിലൂടെ. പിന്നെ രണ്ടാമത്തേണ് ഡൈനാമിക് സ്ട്രെച്ചിങ്. പിന്നെ ഡൈനാമിക് സ്ട്രെച്ചിങ് എന്ന് പറയുമ്പോൾ കൺട്രോൾ ആയിട്ട് ഫുൾ റേഞ്ച് മോഷനിൽ ഇതുപോലെ ചെയ്യണം. ഇതിൽ നമ്മുടെ സ്റ്റാറ്റിക് സ്ട്രെച്ച് പോലെ നമുക്ക് 15 മുതൽ 60 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യണ്ട. ഇതിൽ മൂവ്മെൻ്റ് ആണ് പ്രാധാന്യം. നമ്മൾ സ്ട്രെച്ച് ചെയ്യുക, ബാക്ക് ടു പൊസിഷൻ, സ്ട്രെച്ച് ചെയ്യുക, ബാക്ക് ടു പൊസിഷൻ. ഇങ്ങനെയാണ് ഡൈനാമിക് സ്ട്രെച്ചിങ് ചെയ്യേണ്ടത്. ഇത് വർക്കൗട്ടിന് മുൻപ് ചെയ്യേണ്ട സ്ട്രെച്ചിങ് ആണ്. ഇത് നമ്മുടെ മസ്കുലർ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ടാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ട് ഈ ഒളിമ്പിക് ആത്ലറ്റ്സ് ആണ് മെയിനായിട്ട് ഡൈനാമിക് സ്ട്രെച്ച് അവരുടെ ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്നത്. ഇത് നമുക്ക് എന്ത് ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാം. ഇപ്പം നമ്മളൊരു ഹെവി ലോഡൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, എന്തെങ്കിലുമൊക്കെ ലിഫ്റ്റ് ചെയ്തൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും അവരും ഈ ഡൈനാമിക് സ്ട്രെച്ച് ചെയ്തിട്ട് അവരുടെ വർക്കിലേക്ക് പോയാൽ അവർക്ക് ഇഞ്ചറി വരാനുള്ള ചാൻസ് പറയും. നമ്മൾ ഇത് രണ്ടും ചെയ്യാൻ നോക്കുക. ഈ സ്റ്റാറ്റിക് സ്ട്രെച്ചും ഈ ഡൈനാമിക് സ്ട്രെച്ചും ചെയ്യാൻ നോക്കുക. പിന്നെ സ്ട്രെച്ചിങ് എക്സസൈസ് പലതുണ്ട്. എല്ലാ സ്ട്രെച്ചിങ് എക്സസൈസും ഒരു വീഡിയോയിൽ ചെയ്യാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം.